മറ്റു വാർത്തകളിലേക്ക് പോയാൽ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ കുറ്റപത്രം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ. PP ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ട്. പ്രശാന്ത് TV എന്നൊരു സാക്ഷിയുണ്ടെന്നും അഡ്വക്കേറ്റ് K വിശ്വൻ പറഞ്ഞു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ അഭിഭാഷകനും ഉന്നയിക്കുന്നത്. ദിവ്യയെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം ADM നടത്തി എന്നാണ് അഡ്വക്കേറ്റ് വിശ്വൻ പറയുന്നത്. തീർച്ചയായും രുചീഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ലഭിച്ചതിന് പിന്നാലെ നൽകിയ വാർത്ത ഇപ്പോൾ PP ദിവ്യയുടെ അഭിഭാഷകനും സ്ഥിരീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നേരത്തെ മാധ്യമങ്ങൾ അറിഞ്ഞു അല്ലെങ്കിൽ പൊതുസമൂഹം അറിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഈ കേസിൽ പ്രശാന്ത് TV എന്നൊരു സാക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹം വഴി PP ദിവ്യയെ സ്വാധീനിക്കാൻ ADM ശ്രമിച്ചിട്ടുണ്ടാകാമെന്നൊരു മൊഴി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി മൊഴികൾ PP ദിവ്യ ഈ വിഷയത്തിൽ, അതായത് കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചതിന് അടിസ്ഥാനമായ നിരവധി തെളിവുകളുണ്ട്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഉൾപ്പെടെ ഉണ്ട് എന്നത് തന്നെയാണ് PP ദിവ്യയുടെ അഭിഭാഷകൻ പറയുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PP ദിവ്യ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്, ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൻ്റെ നിയമപരമായ ഒരു ഘട്ടം എന്ന നിലയിൽ ഇന്നിപ്പോൾ കണ്ണൂർ കോടതിയിൽ PP ദിവ്യ ഹാജരായിട്ടുണ്ട്. PP ദിവ്യയുടെ ഈ നിലവിലുള്ള കേസ് അത് സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. അങ്ങനെ മേൽക്കോടതിയിലേക്ക് ഈ കേസ് മാറ്റപ്പെടുന്നതോടുകൂടി കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സമർപ്പിക്കാൻ ആണ് PP ദിവ്യയുടെ തീരുമാനം. ഉടൻ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കും എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും PP ദിവ്യ ഉറച്ചു നിൽക്കുന്നത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന ആരോപണം താൻ ഉന്നയിക്കുന്നത് തനിക്ക് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യാത്രയയപ്പ് സമ്മേളനത്തിൽ പോയി അവിടെ വെച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണം ശരിയാണ് എന്ന് തെളിയിക്കുന്ന നിരവധി ഇലക്ട്രോണിക് തെളിവുകളുണ്ട്, ഒപ്പം സാക്ഷിമൊഴികളുണ്ട്, സാഹചര്യ തെളിവുകളുമുണ്ട്. എന്നാൽ നവീൻ ബാബു നേരിട്ട് കൈക്കൂലി വാങ്ങിയതിന് നേരിട്ടുള്ള തെളിവുകൾ ഇല്ല എന്നത് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്നുകൂടി അഭിഭാഷകൻ പറയുന്നു. ഒപ്പം തന്നെ ഈ കുറ്റപത്രത്തിലും തങ്ങൾക്ക് തൃപ്തിയില്ല, കുറ്റപത്രം ശരിയായ രീതിയിലല്ല പോലീസിന്റെ അന്വേഷണം നടന്നത് എന്നൊരു കാര്യം തന്നെയാണ് PP ദിവ്യയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നിഖിൽ. എന്തായാലും റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിനെതിരെയും ദിവ്യയുടെ അഭിഭാഷകൻ നിലപാട് വ്യക്തമാക്കുകയാണ്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടേത് പാതിവെന്ത അന്വേഷണ റിപ്പോർട്ട് എന്നാണ് അഡ്വക്കേറ്റ് K വിശ്വൻ പറയുന്നത്.